അപ്പോഴാണ് അവർ കണ്ടത് ആ കനാൽ കുഴിച്ചിരുന്ന വഴിയിൽ 2 മരം വീണ് കിടക്കുന്നത്. വരൂ രാമു ആനെ, നമുക്ക് രണ്ടുപേർക്കും ഈ മരം എടുത്തു കളയാം. ആ സമയം ആനയും കാണ്ടാമൃഗവും ചേർന്ന് ആ മരങ്ങൾ എടുത്തു മാറ്റിയ ഉടനെ അവിടെ ഉണ്ടായിരുന്ന വെള്ളം മുഴുവൻ നദിയിലേക്ക് ഒഴുകിപ്പോയി. കുറച്ചു സമയത്തിനുള്ളിൽ കാട്ടിലുണ്ടായിരുന്ന വെള്ളം മുഴുവൻ പൂർണ്ണമായും ഒഴുകിപ്പോയി. എല്ലാ മൃഗങ്ങളും ഇത് കണ്ട് സന്തോഷത്തിലായി. ഉടനെ ആനയും കാണ്ടാമൃഗവും അവിടെ നിന്നും തിരിച്ചു വന്നു. കാണ്ടാമൃഗം അതിന്റെ ഗുഹയിൽ നിന്നും വെള്ളം ഒഴുകിപ്പോയത് കണ്ട് സന്തോഷിച്ചു. എല്ലാ മൃഗങ്ങളും ഉടനെ തന്നെ കൊക്കിന്റെ അടുത്തേക്ക് പോയി. കൊക്കിന്റെ ആ പ്രവൃത്തിയിൽ എല്ലാവരും കൊക്കിനെ അഭിനന്ദിച്ചു. കൊക്കെ, എന്നോട് ദയവായി ക്ഷമിക്കണം. ഇനി ഞാൻ ആരോടും ഒരിക്കലും അസൂയ കാണിക്കില്ല. നീ ഇല്ലായിരുന്നെങ്കിൽ ഈ കാട് ആകെ നശിച്ചു പോയേനെ. കാണ്ടാമൃഗം, നീ വിഷമിക്കണ്ട. അതിനുശേഷം എല്ലാ മൃഗങ്ങളും കാട് നന്നായി സംരക്ഷിച്ചു. പിന്നെയും ഒരുപാട് മഴ പെയ്തു. പക്ഷെ പിന്നെ ഒരിക്കലും കാട്ടില് വെള്ളം തങ്ങി നിന്നിട്ടില്ല. ഇന്ന് ആ വികലാംഗനായ കൊക്ക് കാട്ടിലെ ഹീറോയാണ്.